ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് നല്ലൊരു അടിപൊളി ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് റെഡിയാക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി 1/2 കപ്പ് പഞ്ചസാര ഞാനൊരു സോസ് പാനിലേക്ക് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നേരെ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് നല്ലപോലെ കാരമലൈസ് ചെയ്തെടുക്കാം. ഇതായിപ്പോൾ ലൈറ്റ് ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. നല്ലപോലെ ഡാർക്ക് ബ്രൗൺ ആയി കഴിയുമ്പോൾ നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ഗ്രാമ്പ് കൂടി നമുക്ക് ചേർത്ത് നല്ലപോലെ ഇതൊന്ന് പൊടിച്ചെടുക്കാം. മറ്റൊരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബീറ്റർ വെച്ച് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും. ഇതായിപ്പോൾ നമ്മൾ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാനിവിടെ ആദ്യം ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇതിലേക്ക് 1/8 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചതും 1/8 ടീസ്പൂൺ തന്നെ ഡ്രൈ ജിഞ്ചർ പൊടിച്ചതും 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പ് കൂടി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് സീവ് ചെയ്തെടുക്കാം. ഇങ്ങനെ സീവ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പാറ്റുല വെച്ച് നല്ലപോലെ ഇതൊന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇതായിപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കാരമൽ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മിക്സിങ്, ഇതിൻ്റെ ഉള്ളിൽ ചേർക്കുന്ന മിക്സിങ്, അതായത് ഡേറ്റ്സും ക്യാരറ്റ്സും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് 1/4 കപ്പ് ഡേറ്റ്സ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കണേന്. അതോടൊപ്പം തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് ചോപ്പ് ചെയ്തതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കണേന്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് നമുക്ക് ഈ മൈദയിൽ ഫുള്ളൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതായിപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബാറ്ററിലേക്ക് ഇത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കിത് ഫോൾഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ക്യാരറ്റ് ചേർക്കുമ്പോൾ ക്യാരറ്റിൻ്റെ ജ്യൂസ് നല്ലപോലെ സ്ക്യൂസ് ചെയ്ത് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഇതായിപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഇത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് ടിന്ന് ഓൾറെഡി ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഫുള്ള് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കേക്ക് ബാറ്റർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ സ്ക്യൂർ വെച്ച് ഒന്ന് വരഞ്ഞതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇതൊന്ന് ടാപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പിനായിട്ട് പഴയൊരു ചീനച്ചട്ടി ഞാൻ ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തിരുന്നു. ഇതിലേക്ക് നമുക്ക് ഇതേപോലെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ ടിന്ന് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം 45 മുതൽ 50 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് 45 മിനിറ്റിൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ചെക്ക് ചെയ്യാനായിട്ട് സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി നോക്കിയാൽ മതിയാകും നടുഭാഗത്തായിട്ട്. അപ്പോൾ നമുക്കിതൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് കേക്ക് റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാവും. അങ്ങനെ നമ്മൾ കേക്ക് ഫ്ലെയിമിൽ നിന്ന് എടുത്ത് നേരെ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ കൂടി ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ
അപ്പോൾ നമുക്ക് ഓവനൊന്നും ഇല്ലാതെ തന്നെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ഏറ്റവും ഷോക്കായ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റും അതേ ടെക്സ്ചറും തന്നെയായിരുന്നു നമ്മുടെ ഈ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിന്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ഉണ്ടാക്കിയാന്ന് പറയേയില്ല, അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.